ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NB Vlogs. ഹായ്, ഇതെന്താ ഒരു മൂകശോക സ്റ്റാർട്ടിങ് ഗൈസ്. ഞങ്ങൾ പോവാണ് ഗൈസ്, ഫൈനലി നമ്മൾ പോവാണ് ഗൈസ്. എവിടേക്കാ പോണേ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാവരുടെയും വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് അവരൊരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനും വിചാരിച്ചു വെറുതെ ഒരു സസ്പെൻസ് എനിക്കെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സ്ഥലമൊന്നും റിവീൽ ചെയ്യുന്നില്ല, എന്നാലും നമ്മളൊരു യാത്രയിലാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതാണ് ഇന്നത്തെ ഈ ബ്ലോഗ്. ഇത് എൻ്റെ പുതിയ ലൈറ്റ് സെറ്റപ്പാണ്. എങ്ങനെയുണ്ട്? ഡിസ്കോ ലൈറ്റ് വേണമെന്ന് തോന്നിയാൽ അപ്പം ഞാനിത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലൈറ്റിലേക്ക് വരും. ആവും ഗംഭീരം. എന്താണ് ട്രാവൽ അറേഞ്ച്മെൻറ്റോ? ട്രാവൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഇവിടുന്ന് ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോകുന്നു ഫസ്റ്റ്. അപ്പോൾ ഫ്ലൈറ്റ് കയറി പോകേണ്ട ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി ഒരു 4-5 മണിക്കൂറിൽ പെട്ടെന്ന് എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആകെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ. വീണ്ടും ഒരു ക്ലൂ തരാം, ഷെങ്കൻ വിസ വേണ്ടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ഒരു സമ്മർ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന കുറച്ച് കൺട്രീസിൽ ഒരു കൺട്രിയിലാണ് നമ്മൾ പോകുന്നത്. ആൻഡ് പൊതുവേ ഉള്ള ഒരു ആവേശം എന്താണ് ഇപ്പോൾ ഇല്ലാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല ഗൈസ്, ക്ഷീണമാണ് ഉണ്ണി, ക്ഷീണം. ഞാൻ കുറച്ച് ഡയറ്റൊക്കെ തുടങ്ങിയായിരുന്നു, അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഞാൻ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് പറയും. കാരണം ഞാൻ നിങ്ങളോട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റത്തെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുള്ളൂ എന്ന്. സോ ആ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് സംഭവിച്ചത് 2 ദിവസം മുന്നെയാണ്. പക്ഷെ അപ്പോഴേക്കും ഈ ട്രിപ്പ് വന്നതുകൊണ്ട് ആ ടാർഗറ്റിൽ ചെറിയൊരു അനക്കം ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് വല്ല മാറ്റങ്ങൾ തോന്നാൻ തുടങ്ങിയോ? കുറച്ച് ഫേസ് ഫാറ്റൊക്കെ പോയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. സോ ഞാൻ ഈ പോയിന്റിലേക്ക് എത്താനുള്ള കാരണം എന്താ വെച്ചാൽ ക്ഷീണം ഒന്നുമില്ല. ഇന്ന് ട്യൂസ്ഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പൊ ഞാന് 3:30 വരെ ഞാൻ വർക്ക് ചെയ്തു. ശ്രീകുട്ടർ ഇന്ന് ഓഫായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ ഒരു ബഹളമാണ്. ഇത് നമ്മളിപ്പോ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ക്ഷീണമുണ്ട്. കൈ ഞാൻ സൈഡിൽ വെച്ച ശ്രീകുട്ടർ മിറർ കാണൂല ഇപ്പൊ. ഓക്കെ, സോറി. അപ്പൊ അതുകൊണ്ടാണ് ഒരു ക്ഷീണം. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ഷീണമൊക്കെ മാറും ഗൈസ്. പിന്നെ ഈ ട്രാവല് ഞങ്ങൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഇത് നടക്കുന്നു. ഇത് കുറേ പ്രാവശ്യം നമ്മൾ വേണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് ചാഞ്ചാടിയിട്ട് നമ്മൾ ഫൈനലി വിചാരിച്ചു ഓക്കെ പോയേക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് 2 പേർക്കും ഒരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ പ്ലാൻ അല്ല, നമ്മൾ കുറെ ആലോചിച്ച് മുന്നേ ബുക്ക് ചെയ്ത് കാര്യങ്ങളാണ്. അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പുതിയൊരു കൺട്രിയിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ നമ്മൾ ഒരു ഇന്റർനാഷണൽ ഒരു ട്രിപ്പ് പോലെ പോകുന്നത്, 2 പേര് മാത്രം അല്ലേ? അത് ഇന്റർനാഷണൽ പറയാൻ പറ്റുമോ? ആണോ? ഇന്ത്യക്ക് പുറത്തൊക്കെ ഇന്റർനാഷണൽ ആണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഈ ഫോറിൻ കൺട്രീസ് മാത്രമേ ഇന്റർനാഷണൽ ആവുള്ളൂ. അല്ലേ? നേപ്പാൾ ഒരു ഫോറിൻ കൺട്രി ആണോ? സോറി കേട്ടോ, ഞാൻ ജോഗ്രഫിയും ഫിസിക്സും ബയോളജിയിലൊക്കെ വളരെ വീക്കാണ്. പിന്നെ മാത്സ് പറയേ വേണ്ട. അപ്പൊ മൊത്തത്തിൽ ഇത് ഞങ്ങളുടെ അപ്പൊ 2ാമത്തെ ട്രിപ്പാണ്, ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങനെ പറയാമോ? നമ്മൾ ഫസ്റ്റ് ഹണിമൂൺ സ്കോട്ട്ലാൻഡ് UK ഒരു ഭാഗമായതുകൊണ്ട് അതും നമ്മളൊരു ഫാമിലി മൂഡിലാണ് പോയത്. ഇതിപ്പോ ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് പോകുന്നത്. മീൻസ് UK ആദ്യമായിട്ടാണ് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോണ വഴിക്ക് കാണാം അല്ലേ ഇന്നത്തെ ജേർണി എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. കാറിന്റെ കാര്യം ഒന്നുമില്ല. കാറ് നമ്മൾ പോകുന്നു ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. സോ കാറ് നമ്മൾ അവിടെ പാർക്ക് ചെയ്യുന്നു. നമ്മൾ ഓൺലൈൻ വഴി അതൊക്കെ ബുക്ക് ചെയ്തു. 5 days നമ്മൾ കാർ എയർപോർട്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി പോകുന്നു, തിരിച്ചു വരുന്നു, കാർ എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, പണി എടുക്കുന്നു. സിമ്പിൾ ആസ് ദാറ്റ്.
ഈ 5 ദിവസം ഞാൻ വീണ്ടും നാട്ടിൽ പോയ അതേ ഫീൽ. എണീക്കുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി, നമ്മൾ കുക്ക് ചെയ്യണ്ട, അങ്ങനെയൊക്കെ. പിന്നെ ഡയറ്റിൽ നിന്നും ഞാൻ 2 മാസത്തെ, അതിന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ വായ തോരാതെ സംസാരിക്കും. സോ ഡയറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിവേസ്, ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് കുറച്ചധികം ഫുഡ് ബ്ലോഗ്സ് ഒക്കെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം അവിടെ പോയിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഉണ്ടാവുമോ ഫുഡ് ബ്ലോഗ്, ഫുഡ് എക്സ്പ്ലോറിങ്? ഫുഡ് അവൻ എക്സ്പ്ലോർ ചെയ്യൂല, അവന് ചോറും എനിക്ക് വേണ്ട കേട്ടോ, ചോറും തരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇൻട്രോ. ഞാൻ ഇനി വലിച്ചു തീർക്കുന്നില്ല. നമുക്ക് ആ കൺട്രിയിലേക്ക്, പുതിയ കൺട്രിയിലേക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുത്തെ കലാപരിപാടി എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം. ഏതൊരു പെണ്ണുമ്പിള്ളനോട് ഇവൻ സംസാരിച്ചു. ആ പെണ്ണുമ്പിള്ള നമുക്ക് ഇത് ഓപ്പൺ ചെയ്തൊന്നു ഗൈസ്. ഞാൻ പിന്നെയാണ് ഓർത്തത് അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ. അപ്പോഴേക്കും ആ പെണ്ണുമ്പിള്ള നിർത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മളുടെ കാർ ഇവിടെ കൊടുക്കും. എന്നിട്ട് ഇവരിത് നമ്മളുടെ കാർ സൂക്ഷിച്ചു വെക്കും. ഈ ചേച്ചിയാണ് നമ്മളുടെ കാർ സൂക്ഷിച്ചു വെക്കാൻ പോണ ചേച്ചി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. സോറി, നമ്മൾ ഗാറ്റ്വിക് എയർപോർട്ടിലെത്തി. നമ്മളുടെ വണ്ടീനോട് നമ്മൾ ടാറ്റ പറയാണ്. 5 ദിവസം കഴിഞ്ഞ് കാണാം ഗൈസ് അല്ല വണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ വാലറ്റ് പാർക്കിംഗ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി കൊടുക്കുന്നു, കീ കൊടുക്കുന്നു, നമുക്കൊരു റെസിപ്റ്റ് തരുന്നു, ഒരു കാർഡ് തരുന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ കാർഡ് ഇവിടെ കാണിച്ചു കൊടുത്താൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. അപ്പോൾ നമ്മളുടെ ലഗേജ് ഇതല്ല, ഇത് കളയാനുള്ള ലഗേജ് ആകെ ഒരു ബാഗേ ഉള്ളൂ ഗൈസ്. നമ്മൾ എക്സ്ട്രാ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെന്തായിരുന്നു 7 kgs ഉള്ളൂ നമ്മളുടെ ചെക്കിൻ ബാഗ്. പക്ഷെ ചെക്കിൻ ബാഗിന് തന്നെയല്ലേ പറയാ, ഹാൻഡ് ബാഗ്, സോറി, എനിക്ക് എപ്പോഴും മാറും. അപ്പോൾ ഹാൻഡ് ബാഗ് 7 kgs ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരാൾക്ക് മാത്രം ഒരു 20 kg ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇനി എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വന്നാലോ എന്ന് കരുതിയിട്ടാണ്. സോ അത്രേ ഉള്ളൂ, ഒറ്റ ബാഗും ഞങ്ങൾ 2 പേരും. ഓക്കെ, ഇനി നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമുക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളൂ. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഏതെങ്കിലും ഒരു കഫേയിലോ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലോ ഇരുന്നിട്ട് നമുക്ക് ഈ സമയം അങ്ങ് ചെലവഴിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റ്, ഇവിടെ പോകണോ അവിടെ പോകണോ എന്ന് ഇങ്ങനെ പുറത്ത് മെനു ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു സ്ഥലം ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു കഫേ അല്ല റെസ്റ്റോറൻറ്റിൽ വന്നു. എന്നിട്ട് നമ്മൾ 2 കോക്ടെയിൽ ഓർഡർ ചെയ്തു. കേൾക്കും, എൻ്റെ ശബ്ദം കേൾക്കാനില്ലേ ഗൈസ്? അതന്നെ, ഞാൻ കുറച്ച് മാന്യമായി സംസാരിച്ചതാണ്. എന്നിട്ട് നമ്മൾ ഒരു ലോഡഡ് നാച്ചോസ്, ഞാൻ പറഞ്ഞില്ലേ 2 മാസത്തിൻ്റെ ശേഷം ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കണ്ണുന്നത് വെള്ളം വെച്ച്. എനിവേസ്, ലോഡഡ് നാച്ചോസ് കൊള്ളാമോ എന്ന് നമുക്ക് നോക്കാം. അവക്കാഡോ ഉണ്ട്, ചീസുണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ പൊതുവായിട്ട് എനിക്ക് ഇവിടുത്തെ സോസസ് ഒക്കെ ഇട്ട് നാച്ചോസ് ഇഷ്ടമാണ്, കഴിക്കാം. ഇത് ഡാനിയായിട്ടും കാണണം. അതിനുള്ളത് നമുക്ക് അടുത്ത ആഴ്ച തിരിച്ചു തരും. ഡബിൾ എക്സ്ട്രാ വർക്കൗട്ട് ആയിരിക്കും. 5 ദിവസം ഞാൻ കുറച്ചതൊക്കെ തിരിച്ച് എടുക്കുന്നത് തോന്നാം. പക്ഷേ സാരില്ല, ഞാൻ അതീവ ശക്തിയോടെ തിരിച്ചു വരും. ഇതെൻ്റെ വാക്കാണ്. ആരോട്? എന്നോടും ഡാനി ചേട്ടനോടും. നല്ല നാച്ചോസും
കൊള്ളാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വിട പറയാം ഗൈസ്. നമുക്ക് ചെക്കിന് സമയമായിരിക്കുന്നു. നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു ഗൈസ്. സംഭവം 8 മണിയായിട്ടുള്ളൂ. ചെക്കിനൊക്കെ കഴിഞ്ഞു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബാഗ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് 20 kgs വരെ കൊണ്ടുപോയിരുന്നു. നമുക്ക് 12 kgs എന്തോ വന്നുള്ളൂ. പിന്നെ ഇത് ആകെയുള്ള എൻ്റെ ബാഗും ശ്രീകുട്ടൻ്റെ ആ ബാഗും കൂടിയേ ഉള്ളൂ. ഇനി നമുക്ക് കാത്തിരിപ്പിൻ്റെ 2 മണിക്കൂർ കാത്തിരിപ്പിൻ്റെ 2 മണിക്കൂറും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ പോവാം. ഒരുമിച്ച് പോകാം. ഇപ്പം സമയം 9:30 ഗൈസ്. ഈ ഗാറ്റ്വിക് എയർപോർട്ടിലെ മുക്കും മൂലയും ഞങ്ങൾ ഇരുന്നും നടന്നും ഈ കിടന്നും കൂടെ കാണാനുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ വരെ വീട്ടിൽ പോയി. ഇനി ഫ്ലൈറ്റിലെ പൈലറ്റ് വരെ ഉറങ്ങാനായിരിക്കണമെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഫൈനലി നമ്മളുടെ ഗേറ്റ് നമ്പർ കിട്ടിയിരിക്കുന്നു. 28. ഗേറ്റ് നമ്പർ 28ലേക്ക് മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഫ്ലൈറ്റ് 10 മണിക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും 10 മണിക്കാണ്. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു. ഉറങ്ങാൻ പറ്റിയാൽ ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ മാനത്ത് നോക്കിയിരിക്കുന്നു. മാനത്ത് തന്നെയാണല്ലോ, അപ്പോൾ നോക്കിയിരിക്കാൻ സുഖം. എനിവേസ് നമുക്ക് അപ്പോൾ ഇനി കാണാം. ഉറങ്ങുന്നതിൻ്റെ മുന്നേ കാണാം. അപ്പം ഞാൻ നടന്ന് അവിടെ എത്തട്ടെ. ഓക്കെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി ഗൈസ്. ഫ്ലൈറ്റ് കയറി ഒരു ആപ്പിളുമായി. ഞാൻ എൻ്റെ വിശപ്പ് കടിച്ചമർത്തണം ഗൈസ്, കടിച്ചമർത്തണം. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും, നമ്മൾ പറക്കും. നാളെ രാവിലെ നമ്മൾ ലാൻഡ് ചെയ്യും. നീ നിന്നെ തന്നെ നോക്കിയിരുന്നതാണോ? ഒരു ഭാവ വ്യത്യാസമില്ലാതെ എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ. നമ്മളങ്ങനെ ഇവിടുത്തെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പുലർച്ചെ 5 മണിയും കൂടി ആയതുകൊണ്ട് വലിയ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. നമ്മൾ വേഗം അവിടുന്ന് ക്ലിയർ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാൻ ഒരു ബാഗുണ്ടല്ലോ, അത് കളക്ട് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ booking.com വഴി ഹോട്ടലൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് എല്ലാവരും പറയണത് മീൻസ് കുറച്ച് നമ്മൾ ഇങ്ങനെ ഗവേഷണം ചെയ്തപ്പോൾ അറിഞ്ഞത് നമ്മൾ ഇവിടുത്തെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കാരണം കുറച്ചും കൂടി അവർ എന്താ പറയുക, നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് അറിയുമ്പോൾ കത്തിവെക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂബർ വിളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യാം. ആൻഡ് നേരത്തെ കണ്ട ചെറിയൊരു ക്ലിപ്പ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പൗണ്ട്സ് ഇവിടുത്തെ ലിറയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ചാണ്. അതും ഞങ്ങൾ ഇങ്ങനെ കുറേ വീഡിയോസും ഒക്കെ, അതായത് ഈ ട്രാവലേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർ പറയുന്നത് നമ്മളെപ്പോഴും പുറത്തു പോയി ലോക്കലായിട്ട് മാറുമ്പോഴാണ് കറൻസിക്ക് കൂടുതൽ റേറ്റ് എന്നാണ് പറയുന്നത്. അറിയത്തില്ല. എന്തായാലും നമ്മൾ എയർപോർട്ടിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാഗ് അതാ വന്നു. ശ്രീകുട്ടൻ കണ്ടപ്പോൾ അത് ഓടിക്കൊണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് വളരെ കൃത്യമായിട്ട് എത്തിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ യൂബറിനൊക്കെ കൊടുക്കാനുള്ളത് നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്തു. ഇനി പുറത്തുനിന്ന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് രണ്ടിൻ്റെയും കൂടി റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയാം അത്രയും വലിയ വ്യത്യാസമുണ്ടോ എന്താണെന്ന്. അപ്പോൾ നമുക്ക് ബാഗും കിട്ടി. ഇനി നമുക്ക് പോവാം.